അപ്പോൾ പല കുട്ടികൾക്കും തോന്നും എങ്ങനെ അച്ഛൻ്റെ അമ്മയടുത്തും അത് പറയും. അപ്പോൾ അവർ ഈ ആരാണോ അതിന് കാരണക്കാരൻ അവരുമായിട്ട് ആലോചിച്ച് അശാസ്ത്രീയമായ പല പരിപാടികളിലേക്കും പോകുന്നതായിട്ട് കാണുന്നുണ്ട്. ഈ ഗർഭാശയത്തിനകത്ത് തന്നെ ആകണം എന്നില്ല, ചിലപ്പോൾ ട്യൂബിലായിരിക്കും. അങ്ങനെയുള്ളവർ മരുന്ന് കഴിച്ചു കഴിഞ്ഞാൽ അണ്ടവാഹിനി കുഴൽ പൊട്ടിയിട്ട് നമുക്ക് ജീവന് തന്നെ അപകടം വന്നെന്നിരിക്കാം. 15ഉം 16ഉം വയസ്സിൽ ഒരു തിളച്ച പ്രായത്തിൽ ബ്രെയിൻ മൊത്തം ഇങ്ങനെ ആക്റ്റീവായിട്ടിരിക്കുന്ന പ്രായത്തിൽ അവർക്ക് സംഭവിച്ചൊരു തെറ്റാണ്. ഇന്ന് എന്നോടൊപ്പം ഡോക്ടേഴ്സ് ടോക്കിങ്ങിൽ ഉള്ളത് ലക്ഷ്മി അമ്മാൾ മാമാണ്, SUT ഹോസ്പിറ്റൽ ഗൈനക്കോളജി വിഭാഗം. ഡോക്ടർ, വെൽക്കം ടു ദ ഷോ. നമസ്കാരം. വിവാഹത്തിന് മുമ്പ് ഒരു അൺഇൻറ്റൻറ്റഡ് ആയി പ്രഗ്നന്റ് ആയ ഒരു പെൺകുട്ടി ചിലപ്പോൾ ഡോക്ടറെ അടുത്ത് വരാൻ മടിക്കും, അല്ലെങ്കിൽ ചിലപ്പോൾ അത് മറച്ചു വെക്കാനായിട്ട് ശ്രമിക്കും. അപ്പൊ അങ്ങനെയുള്ള കുട്ടികൾക്ക് ഡോക്ടർ എന്തായിരിക്കും ഒരു അഡ്വൈസ് നൽകുന്നത്? ഒരു പ്രഗ്നൻ്റ് ആണ് എന്നറിഞ്ഞു കഴിഞ്ഞാൽ അത് നമുക്ക് വേണ്ടാത്ത ഒരു പ്രഗ്നൻസി ആണ് എന്നുണ്ടെങ്കിൽ നമ്മുടെ വീണ്ടും കേരളത്തിലെ സമൂഹസ്ഥിതി അനുസരിച്ച് കല്യാണം കഴിക്കാത്ത കുട്ടികൾ പ്രഗ്നൻ്റ് ആയിക്കഴിഞ്ഞാൽ അതൊരു വലിയ വിഷയം തന്നെയാണ്. ആരടുത്തു നിന്നാണോ പ്രഗ്നൻ്റ് ആയത് അയാളെ കല്യാണം കഴിക്കാമെന്ന് വെച്ചാൽ പോലും ഈ നേരത്തെ പ്രഗ്നൻ്റ് ആകുന്നത് നമ്മുടെ ഇടയിൽ ഒരു വിഷയം തന്നെയാണ്. അപ്പോൾ ഗർഭം വേണ്ടാത്ത ഗർഭമാണെങ്കിൽ അത് എത്രയും പെട്ടെന്ന് ഡോക്ടറെ സമീപിക്കണം. അപ്പോൾ പല കുട്ടികൾക്കും തോന്നും എങ്ങനെ അച്ഛൻ്റെ അമ്മയടുത്തും അത് പറയും. അപ്പോൾ അവർ ഈ ആരാണോ അതിന് കാരണക്കാരൻ അവരുമായിട്ട് ആലോചിച്ച് അശാസ്ത്രീയമായ പല പരിപാടികളിലേക്കും പോകുന്നതായിട്ട് കാണുന്നുണ്ട്. കേരളത്തിൽ ഭാഗ്യവശാൽ നമ്മുടെ തെക്കൻ കേരളത്തിലൊക്കെ അത് വളരെ കുറവാണ്. പക്ഷേ വടക്കൻ കേരളത്തിൽ ഇപ്പോഴും അങ്ങനെ അശാസ്ത്രീയമായി അബോർഷന് പോകുന്നവരുണ്ട്. അപ്പം നമുക്ക് വളരെ നേരത്തെ അറിഞ്ഞു കഴിഞ്ഞാൽ ടാബ്ലറ്റ് കൊണ്ട് തന്നെ ആരും അറിയാതെ ടാബ്ലറ്റിൽ തന്നെ അത് അബോർഷൻ നടത്താനുള്ള സംവിധാനമുണ്ട്. അതിപ്പോൾ ഓവർ ദ കൗണ്ടർ ചോദിച്ചാൽ പോലും ചിലപ്പോൾ ആ മെഡിസിൻസ് ആരെങ്കിലും കൊടുത്തെന്നിരിക്കും. പക്ഷേ എപ്പോഴും ഒരു ഡോക്ടറെ കണ്ട് ഉപദേശം തേടിയതിന് ശേഷം മാത്രമേ അത് ചെയ്യിക്കാവൂ. കാരണം ഈ ഗർഭാശയത്തിനകത്ത് തന്നെ ആകണം എന്നില്ല, ചിലപ്പോൾ ട്യൂബിലായിരിക്കും. അങ്ങനെയുള്ളവർ മരുന്ന് കഴിച്ചു കഴിഞ്ഞാൽ അണ്ടവാഹിനി കുഴൽ പൊട്ടിയിട്ട് നമുക്ക് ജീവന് തന്നെ അപകടം വന്നെന്നിരിക്കാം. അപ്പോൾ പലർക്കും ഇത് പുറത്തു പറയാൻ മടിയാണ്. എൻ്റെ അച്ഛനും അമ്മയും അതെങ്ങനെ എന്നെ വഴക്ക് പറയും, എനിക്ക് വീട്ടിൽ പ്രശ്നമുണ്ടാവും. പക്ഷേ എല്ലാ പെൺകുട്ടികളും ആലോചിക്കേണ്ടത് മനസ്സിലാക്കേണ്ടത് അവരുടെ അഭിവൃദ്ധിയിൽ അവരുടെ അച്ഛനും അമ്മയ്ക്കും ഉള്ള പോലെ താല്പര്യം വേറെ ആർക്കും കാണില്ല. അച്ഛനും അമ്മയ്ക്കും വിഷമം ഉണ്ടാവുമായിരിക്കും, പക്ഷേ ആ ഒരു സ്റ്റേജ് കഴിയുമ്പോൾ അവർ വേണ്ട ശാസ്ത്രീയമായ നടപടികൾ അവർ കൈക്കൊള്ളും. അങ്ങനെ നമുക്ക് ഒരുപാട് അനുഭവങ്ങൾ ഇവിടെയുണ്ട്. പറയാതെ വെച്ചുകൊണ്ടിരുന്നാൽ രണ്ട് പ്രശ്നങ്ങളാണ്. ഒന്ന്, ഗർഭം മുമ്പോട്ട് പോകും, അപ്പം നമുക്കത് അലസിപ്പിച്ച് കളയാൻ കുറച്ചും കൂടെ പ്രയാസമായിരിക്കും. പിന്നെ ഈ കല്യാണത്തിന് മുമ്പ് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നത് തീർച്ചയായിട്ടും ഒരു ലൈംഗിക ശുചിത്വത്തിന് തീർന്ന ഒരു കാര്യമല്ല. കാര്യം നമ്മൾ പെൺകുട്ടികൾ പറയുന്നത് എന്നെ വലിയ സ്നേഹമാണ്, ഞാൻ ഇയാളുടെ കൂടെ ജീവിക്കൂ എന്നൊക്കെയാണ്. പക്ഷേ ആ കുട്ടിക്ക് എന്തെങ്കിലും ഗ്യാരണ്ടി ഉണ്ടോ ഈ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്ന പുരുഷൻ പരസ്ത്രീകളുമായിട്ട് ബന്ധപ്പെട്ടിട്ടില്ല എന്ന്? അപ്പം അങ്ങനെയുള്ളൊരു പുരുഷന് ലൈംഗിക രോഗങ്ങൾ കാണാം, അത് ഈ പെൺകുട്ടിക്ക് കിട്ടാം. അപ്പോൾ ഈ ലൈംഗിക രോഗങ്ങൾക്ക് ഒരു കാരണവും കൂടെയാണ് ഈ കല്യാണത്തിന് മുമ്പ് നടക്കുന്ന ലൈംഗിക ബന്ധങ്ങൾ. അതുമാത്രമല്ല, ഇപ്പൊ പ്രഗ്നൻസി ആയി മറച്ചു വെക്കുന്നു കുറച്ച് നേരത്തെ പറഞ്ഞല്ലോ, അപ്പോൾ വയറ് ഒളിപ്പിച്ച് വെക്കുക, അപ്പോൾ അതൊക്കെ സാധ്യത ഉണ്ടോ? വയറ് എന്തായാലും വരില്ലേ എന്നൊക്കെ നമ്മൾ പറഞ്ഞാലും നമ്മൾ കാണുന്നത് 8 മാസം വരെ അച്ഛനും അമ്മയും അറിയാതെ പോകുന്നു എന്നുള്ളതാണ്. വളരെ ഇപ്പോൾ വണ്ണമുള്ള കുട്ടികളാണെങ്കിൽ ചിലപ്പോൾ കുറച്ചു കാലം അറിയാതെ പോകും. തീരെ മെലിഞ്ഞ കുട്ടികൾ പോലും അവർ സമർത്ഥമായിട്ട് ഇപ്പോഴത്തെ പുതിയ ഡ്രസ്സുകളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഇട്ട് കഴിയുമ്പോൾ ഒരു ലെവൽ വരെ വയറ് മറിഞ്ഞിരിക്കും. അപ്പോൾ എന്നാലും ഒരു ലെവലിൽ ഒരു ഞങ്ങൾക്കൊരു കുട്ടി ഉണ്ടായിരുന്നു, 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടി. ആ കുട്ടി അച്ഛൻ്റെ കൂടെ സ്കൂട്ടറിൽ പോയി ഒരു അപകടം വന്ന് ആശുപത്രിയിൽ കൊണ്ടുപോകുമ്പോഴാണ് 8 മാസം പ്രായമുള്ള ഗർഭം ഉണ്ടെന്നുള്ളത് വീട്ടുകാരറിയുന്നത്. അപ്പോൾ അത് സാധ്യമാണോ എന്ന് ചോദിച്ചാൽ എങ്ങനെയൊക്കെയോ അത് സാധിച്ചെടുക്കുന്നുണ്ട്. അതുകൊണ്ടാണല്ലോ പല ന്യൂസും കേൾക്കുന്നുണ്ടല്ലോ, അച്ഛനും അമ്മയും അറിയുന്നില്ല, ഇടയ്ക്ക് ഫ്ലാറ്റിൽ നിന്ന് തന്നെ ഒരു കുഞ്ഞിനെ വലിച്ചെറിഞ്ഞു പ്രസവിച്ചു. അപ്പൊ ഈ അങ്ങനെ വീട്ടിൽ തന്നെ പ്രസവിക്കാൻ മുമ്പ് പണ്ട് കാലത്ത് അങ്ങനെയൊക്കെ സംഭവിച്ചിട്ടുണ്ട്, വീട്ടിൽ പ്രസവിക്കാനുള്ള ഒരുപാട് സാധ്യതകൾ ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പോഴങ്ങനെയല്ല, ഹോസ്പിറ്റൽസ് ഒക്കെ ഒരുപാട് ഉണ്ട്. അപ്പോൾ അങ്ങനെയാണ്. അപ്പോൾ
ഇങ്ങനെ ചെയ്യുന്നതൊക്കെ എത്രത്തോളം നല്ലതാണ് ഡോക്ടർ? അല്ല, അത് എത്രത്തോളം നമ്മുടെ ഹെൽത്തിനെ ബാധിക്കുന്ന കാര്യങ്ങളാണ് ഈ വീട്ടിൽ തന്നെ ആരും അറിയാതെയൊക്കെ പ്രസവിക്കുന്നതൊക്കെ? ഇത് ആരും അറിയാതെ പ്രസവിക്കുന്ന, ഇതിപ്പോൾ കല്യാണം കഴിക്കാതെ ഉണ്ടാകുന്ന ഗർഭിണികൾ ആരെയും അറിയിക്കാതെ ഒരു നിവൃത്തി കൂടുകൊണ്ട്, പറയാനുള്ള മടി കാരണം, ഭയം കൊണ്ട്, തീർച്ചയായിട്ടും അവർക്ക് ഭയം വരും, അവർക്ക് ബുദ്ധിമുട്ട് വരും. പിന്നെ എല്ലാവരും അത് അറിഞ്ഞു കഴിയുമ്പോൾ അവരോടുള്ള സമീപനം നമ്മൾ ആലോചിക്കേണ്ടത്, 15ഉം 16ഉം വയസ്സിൽ ഒരു തിളച്ച പ്രായത്തിൽ, ബ്രെയിൻ മൊത്തം ഇങ്ങനെ ആക്റ്റീവായിട്ടിരിക്കുന്ന പ്രായത്തിൽ അവർക്ക് സംഭവിച്ചൊരു തെറ്റാണ്. അത് നമ്മൾ എല്ലാവരും തന്നെ ഒരു സഹതാപത്തോടെ കൂടെ വേണം അങ്ങനത്തെ കുട്ടികളെ നോക്കാനും. അവരോടുള്ള ആറ്റിറ്റ്യൂഡ് തന്നെ നമ്മൾ ഡോക്ടേഴ്സും അതെ, വീട്ടിലുള്ളവരും അതെ, അതറിയുന്നവരും അതെ, അത് നോക്കേണ്ടത്. ഇത് പെൺകുട്ടികൾ മാത്രമല്ലേ അതിനകത്ത് ബലിയാടാവുന്നുള്ളൂ. ഇതിന് കാരണക്കാരായവരാരും ഇത് സീനിൽ വരുന്നില്ലല്ലോ, അത് ഓർക്കണം. പിന്നെ അത് ഒരു കൂട്ടം, അത് നമുക്ക് മനസ്സിലാക്കാം. അത് വീട്ടിൽ എങ്ങനെ പ്രസവിക്കേണ്ടി വരുന്ന സാഹചര്യം നമുക്ക് മനസ്സിലാക്കാം. പക്ഷേ വീട്ടിലെ പ്രസവങ്ങൾ ഇപ്പോൾ കൂടിക്കൊണ്ടിരിക്കുകയാണ്. തിരുവനന്തപുരത്തും അതെ, വടക്കൻ കേരളത്തിൽ അത് വളരെയധികം കൂടുന്നുണ്ട്. അതിൻ്റെ സാഹചര്യങ്ങൾ പലതാണ്. അതായത് ആശുപത്രിയിൽ പോയാൽ ഡോക്ടർമാർ പെട്ടെന്ന് സിസേറിയൻ ചെയ്യും, അല്ലെങ്കിൽ ഈ ഡോക്ടർമാർ പറയുന്ന ഇത്രയും കാര്യങ്ങളുടെ ഒന്നും ആവശ്യമില്ല, പണ്ടും ഇവിടെ വീട്ടിൽ പ്രസവിച്ചിരുന്നില്ലേ എന്നൊക്കെ. പക്ഷേ പണ്ട് പ്രസവിച്ചിരുന്നു എന്ന് പറഞ്ഞാൽ പണ്ടൊരു കൂട്ടുകുടുംബമായിരുന്നു, സ്ത്രീകൾക്ക് നല്ല ജോലിയുള്ള സമയമായിരുന്നു. ഇപ്പോൾ സ്ത്രീകൾ ജോലി ചെയ്യുന്നവരാണ്. അപ്പോൾ അവർക്ക് വീട്ടിലെ ജോലികളൊക്കെ മെഷീൻ ചെയ്ത് കൊടുക്കും. പിന്നെ അണുകുടുംബമാണ് ഇപ്പോൾ കൂടുതലും. അപ്പോൾ വലിയ വ്യായാമങ്ങളൊന്നും ഇല്ല. ആ വ്യായാമമില്ലാത്ത സ്ത്രീക്ക് എത്ര സുഖമായിട്ട് പ്രസവിക്കാൻ പറ്റും? അവർക്ക് കോംപ്ലിക്കേഷൻസ് പ്രഗ്നൻസിയിൽ കൂടുതലാണ്. അപ്പോൾ നമ്മൾ വീട്ടിൽ പ്രസവിക്കാം എന്ന് തീരുമാനിക്കുമ്പോൾ വളരെ ഈ പ്രസവം എന്ന് പറയുന്നത് എപ്പോൾ വേണമെങ്കിലും അപകടത്തിലേക്ക് നടക്കാം. അതായത് പ്രസവിച്ചു കഴിഞ്ഞാൽ ഉടൻ തന്നെ 10 മിനിറ്റ് ബ്ലീഡ് ചെയ്താൽ മതി, സ്ത്രീയുടെ രക്തം മൊത്തം വാർന്നു പോകും. ഒരു ആശുപത്രി കൊണ്ടുപോകാനുള്ള സമയം കിട്ടുന്നതിന് മുമ്പ് അവർക്ക് ചിലപ്പോൾ എന്തെങ്കിലും സംഭവിച്ചെന്നിരിക്കാം. കുഞ്ഞിന് അകത്ത് ശ്വാസം മുട്ട് വന്നാൽ ചിലപ്പോൾ അറിയാൻ പറ്റില്ല. അതുപോലെ കുഞ്ഞിന് കടന്നു വരാനുള്ള, ആദ്യത്തെ പ്രസവമാണെങ്കിൽ കുഞ്ഞിന് കടന്നു വരാനുള്ള സ്ഥലമുണ്ടോ എന്നറിയുന്നത് പ്രസവവേദന തുടങ്ങിക്കഴിഞ്ഞിട്ടാണ്. അപ്പോൾ അത് ഇപ്പം നടക്കും എന്ന് പറഞ്ഞ് വെച്ചുകൊണ്ടിരുന്നിട്ട് ഗർഭപാത്രം വരെ പൊട്ടിപ്പോയ സംഗതികളുണ്ട്. നമ്മുടെ കേരളത്തിൽ മാതൃമരണ നിരക്ക് വളരെ കുറവാണ്. അതായത് ഇന്ത്യയിൽ 82ഉം 85ഉം ഒക്കെ 92ഉം ഒക്കെ ഉള്ള സമയത്ത് നമുക്കിവിടെ 26-30ഉമാണ്. അതിൻ്റെ പ്രധാന കാര്യം നമ്മളുടെ പ്രസവങ്ങളൊക്കെ ആശുപത്രിയിൽ നടക്കുന്നു എന്നുള്ളതുകൊണ്ടാണ്. അതുകൊണ്ട് തിരിച്ച് നമ്മൾ മറ്റേ യുഗത്തിലേക്ക് പോകരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത്.